അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ച കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മൂവാറ്റുപുഴ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം സഹകരണ മേഖലയിലെ ജീവനക്കാരോടുള്ള ഒരു അവഗണന തന്നെയായിരുന്നു ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ആദ്യം കേന്ദ്ര സർക്കാർ DA ജീവനക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ നടപ്പിലാക്കിയ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ആരുടേതായിരുന്നു ആ സർക്കാർ എന്നറിയാമോ? ഏറെ പ്രിയങ്കരനായിട്ടുള്ള, കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ആർദ്രതയുടെ മുഖമായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തിരുന്ന സർക്കാരാണ് ആർജവത്വത്തോടുകൂടി പിറ്റേ ദിവസം ഇവിടെ നടപ്പിലാക്കിയത്. അതേ സർക്കാരിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. ഏറെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ VD സതീശൻ നയിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാം, ഇനി വരുന്ന 5 വർഷക്കാലവും നമുക്ക് സുവർണ ദിനങ്ങളാണ് എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് ഈ 10 എന്നതുപോലെ ഒരുമിച്ച് നിന്ന് ഒന്നിൻ്റെ ചിന്താഗതിയോടുകൂടി മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. താലൂക്ക് പ്രസിഡന്റ് CBP സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എബ്രഹാം തൃക്കളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KCEF അംഗങ്ങളെയും വിരമിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, KCEF താലൂക്ക് കമ്മിറ്റി ട്രഷറർ അനൂപ് PA, താലൂക്ക് സെക്രട്ടറി ജയകൃഷ്ണൻ PL, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജിജോ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.